നമസ്കാരം. കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകയായ പെൺസുഹൃത്തിനെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തിന് ബലം നൽകുന്ന വാട്സ്ആപ്പ് ചാറ്റിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. മാധ്യമങ്ങൾ പരാതിയില്ലാത്ത ഗർഭഛിദ്രത്തെക്കുറിച്ചാണ് പറയുന്നതെന്നും ഈ നാട്ടിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതിയുണ്ടോ എന്നുമായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഇന്ന് മറുപടി നൽകിയത്. ഇതിന് പിന്നാലെയാണ് യുവതിയുമായി നടത്തിയ ചാറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന പേടിയും വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള ഇഷ്ടവും അതിനിടയിൽ വീർപ്പുമുട്ടുകയാണെന്നും താനൊരു സ്ത്രീയാണെന്നും യുവതി പറഞ്ഞപ്പോൾ എങ്കിൽ നീ തന്നെ പ്രശ്നം തീർക്കൂ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ചാറ്റിൽ യുവതി രാഹുലേട്ടൻ എന്ന പേരിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ചാറ്റ് ചെയ്യുന്നത്. താൻ ഗർഭിണിയാണെന്നും ഗർഭഛിദ്രത്തിന് മാനസികമായ ഒരുക്കമല്ലെന്നും കുട്ടിയുമായി ശക്തമായ വൈകാരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നുമാണ് യുവതി രാഹുലിനോട് പറയുന്നത്. അതേസമയം എന്നാൽ ഞാൻ ഒഴിവാകുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് നൽകിയ മറുപടി. ഇതിൽ എങ്ങനെ ഒഴിവാകാനാകുമെന്ന യുവതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ രാഹുൽ ഒഴിഞ്ഞു മാറുന്നതും ചാറ്റിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചു. യുവതിയെ ഗർഭിണിയാക്കി ശേഷം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് പരാതിയിലുള്ളത്. അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് സഹിതമാണ് പരാതി നൽകിയതെന്നാണ് വിവരം. ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. യുവതിയുമായി രാഹുൽ നടത്തിയ വാട്സ്ആപ്പ്, ടെലിഗ്രാം ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗർഭഛിദ്രം നടത്താൻ ഡോക്ടറെ കാണേണ്ടതില്ലെന്നും അതിനൊക്കെയുള്ള മരുന്നുണ്ടെന്നും ഉൾപ്പെടെ രാഹുൽ യുവതിയോട് പറയുന്നുണ്ട്. അമിത രക്തസ്രാവവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് യുവതി പറഞ്ഞപ്പോൾ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ തന്നെയാണെന്നാണ് രാഹുൽ പറഞ്ഞത്. എന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ എന്നും കയറി ചെന്ന ഉടൻ ഡോക്ടർമാർ മരുന്ന് നൽകില്ലെന്നും എത്ര നാൾ ഇത് മൂടി വെച്ച് താൻ നടക്കുമെന്നും യുവതി രാഹുലിനോട് വാട്സാപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. യുവ രാഷ്ട്രീയ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നാണ് മാധ്യമപ്രവർത്തകയും അഭിനേതാവുമായ റിനി ആൻഡ് ജോർജ് എന്ന യുവതി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. തുടർന്നാണ് ഇത് സംബന്ധിച്ച വിവാദത്തിന് തുടക്കമായത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സമീപനം ഉണ്ടായെന്നുമായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണവും ചാറ്റും പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അശ്ലീല ചാറ്റുകളും പുറത്തു വന്നു. തുടർന്ന് രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദമേറുകയും രാഹുൽ ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയുമായിരുന്നു. സംഭാഷണത്തിനിടെ യുവതി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മോശം സാഹചര്യത്തിൽ പോയിട്ടില്ല. എൻ്റെ അമ്മയെ കണ്ടപ്പോൾ കരച്ചിൽ വരുന്നുവെന്ന് പറയുന്നു. തുടർന്ന് രാഹുൽ നീ വന്ന് എന്നെ കാണും, നിനക്ക് താങ്ങാൻ ഞാൻ ഇവിടെയുണ്ടെന്ന് മറുപടി നൽകുന്നു. ശേഷം യുവതി എൻ്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുകയാണോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഒരുപാട് മാറ്റം, പരിഹാരം നിങ്ങൾ തന്നെ പറയൂ, കയറി ചെന്ന ഉടനെ മരുന്ന് തന്നു വിടില്ല ഡോക്ടർമാർ, ഗൂഗിൾ ചെയ്യൂ, രീതികൾ എന്താണെന്ന് എന്തെങ്കിലും നോക്കൂ എന്നും യുവതി പറയുന്നു. ഞാൻ ആരോടോ പറഞ്ഞ് എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കുമെന്നും പറയുന്നു. നിനക്ക് എൻ്റെ അമ്മയുടെ സ്നേഹമുണ്ടോ? എനിക്കിത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പേടി, അതേസമയം തന്നെ എൻ്റെ വയറ്റിലുള്ള ജീവനോടുള്ള ഇഷ്ടവും. തനിക്ക് അതൊരിക്കലും മനസ്സിലാവില്ല, രണ്ടിനുമിടയിൽ വീർപ്പുമുട്ടുകയാണ് ഞാൻ. തുടർന്ന് രാഹുൽ എന്നാൽ ഞാൻ ഒഴിവാകുന്നു എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തലയുരുകയാണ് ചെയ്യുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശക്തിയേകിയ ഫോൺ സംഭാഷണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇടതു നേതാക്കളും പോലീസിൽ പരാതി നൽകിയേക്കും. രാഹുലിനെതിരെ വ്യക്തമായ പരാതി ഇല്ലാത്തതിനാൽ കുറ്റക്കാരനാണെന്ന് പറയാനാവില്ലെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദം പൊളിക്കാനാണ് പരാതി നൽകുന്നത്. ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിച്ച് കേസെടുക്കണമെന്ന പരാതിയാകും നൽകുക. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്താൽ ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുടെ മൊഴിയെടുക്കേണ്ടി വരും. അതിനുശേഷമാകും പെൺകുട്ടിയെ വാദിയോ പ്രതിയോ ആയിട്ട് ചേർക്കുക. ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ അനുവാദം ലഭ്യമാകുന്ന കാരണങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. യാതൊരു ആരോഗ്യ കാരണവും ഇല്ലാതെയാണ് ഗർഭഛിദ്രം ചെയ്തിട്ടുള്ളതെങ്കിൽ അനധികൃത ഗർഭഛിദ്രം നടത്തിയതിന് പെൺകുട്ടിക്കെതിരെയും കേസെടുക്കേണ്ടി വരും.